PSC പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ നദികൾ എന്ന ഭാഗത്ത് നിന്നും സ്ഥിരമായി കേരള PSC ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത്തരത്തിൽ വരാറുള്ള 25ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആകെ നദികൾ. ആൻസർ 44. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ നദി. പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ നദി. മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. നാലാമത്തെ ചോദ്യം, വടക്കേ അറ്റത്തെ നദി. മഞ്ചേശ്വരം പുഴയാണ് വടക്കേ അറ്റത്തെ നദി. അഞ്ചാമത്തെ ചോദ്യം, തെക്കേ അറ്റത്തെ നദി. നെയ്യാറാണ് തെക്കേ അറ്റത്തെ നദി. 6. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെടുന്ന നദി. ആൻസർ പമ്പ. 7. ഏത് പുഴയുടെ തീരമാണ് മാമാങ്കത്തിന് വേദിയായിരുന്നത്? ആൻസർ ഭാരതപ്പുഴ. ഭാരതപ്പുഴ മറ്റു പേര് നിള എന്നാണ്. നിളയുടെ തീരത്തെ തിരുനാവായയിൽ വെച്ചായിരുന്നു മാമാങ്കം അരങ്ങേറിയിരുന്നത്. 8. ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ല. ആൻസർ കാസർഗോഡ്. 12ഓളം ചെറുതും വലുതുമായ പുഴകളാണ് കാസർഗോഡുള്ളത്. 9. കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്ര? ആൻസർ 3. 10. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെ? ആൻസർ കബനി, ഭവാനി, പാമ്പാർ. ഇവ മൂന്നുമാണ് കിഴക്കോട്ടൊഴുകുന്നത്. ബാക്കിയുള്ളവ പടിഞ്ഞാറ് അറബിക്കടലിലാണ് പതിക്കുന്നത്. 11. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? ആൻസർ കബനി. 12. പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദി. ആൻസർ കുന്തിപ്പുഴ. 13. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി. ആൻസർ പെരിയാർ. 17 ചെറുതും വലുതുമായ അണക്കെട്ടുകളാണ് പെരിയാർ നദിയിലുള്ളത്. 14. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. ആൻസർ ചന്ദ്രഗിരിപ്പുഴ. 105 കിലോമീറ്റർ നീളമാണ് ചന്ദ്രഗിരിപ്പുഴയ്ക്കുള്ളത്. 15. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? ആൻസർ വളപട്ടണം. വളപട്ടണം നദിയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. 16. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്. ആൻസർ പമ്പ. 17. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? ആൻസർ ചാലക്കുടി പുഴ. 18. ഏത് നദിയുടെ പോഷക നദിയാണ് വാളയാർ? ആൻസർ ഭാരതപ്പുഴ. 19. നേര്യമംഗലം പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പെരിയാർ. 20. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ പമ്പ നദി. 21. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. ആൻസർ കുന്തിപ്പുഴ. 22. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ഏത് നദിയുടെ തീരത്താണ്? ആൻസർ പെരിയാർ. 23. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് വേദിയാകുന്ന നദി. ആൻസർ പമ്പ. 24. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. ആൻസർ വാമനപുരം നദി. വാമനപുരം നദി 88 കിലോമീറ്റർ നീളമാണുള്ളത്. 25. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ഏത് നദീ തീരത്താണ്? പമ്പ നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.